കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖിന്റെ പോറ്റമ്മ എച്ച് രാഗിണിക്ക് സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച സർക്കാർ നിയമനം നൽകും. സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയിൽ 11 വർഷങ്ങൾക്ക് ശേഷമാണ് തീരുമാനമായിരിക്കുന്നത്. എന്നാൽ ഷെഫീഖിനൊപ്പം നിൽക്കുന്ന തരത്തിൽ നിയമന സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗിണി. കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതയ്ക്ക് ഇരയായി ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഷെഫീഖിനെ മലയാളി മറന്നിട്ടുണ്ടാവില്ല. 2013 ജൂലൈ 15 പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദത്തിന് ഷെഫീഖ് ഇരയാകുന്നത്. ചട്ടുകം വെച്ച് പൊള്ളിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചും ദേഹമാസകലം മുറിവുകൾ ഉണ്ടാക്കി. വലതുകാൽ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണ് മൃതപ്രായനായ 4 വയസ്സുകാരനെ ആശുപത്രിയിലെത്തിക്കുന്നത്. ആശുപത്രിയിൽ വെച്ച് തന്നെ ഷെഫീഖിന് കെയർടേക്കറെ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഏലപ്പാറയിലെ അങ്കണവാടിയിൽ ഹെൽപ്പറായിരുന്ന രാഗിണി ഷെഫീഖിനെ പരിചരിക്കാനെത്തുന്നത്. ആശുപത്രി കിടക്കിയിൽ ദേഹമാസകലം മുറിവുകളുമായി ചലനമറ്റു കിടന്ന ആ 4 വയസ്സുകാരനെ വാവച്ചി എന്ന് വിളിച്ച് രാഗിണി അങ്ങനെ പോറ്റമ്മയായി. മൊത്തം ഹെഡ് ഇഞ്ചറിയും ശരീരം മൊത്തം എല്ലാം കേടുള്ള നടക്കാൻ പറ്റാത്ത ഈ ഒരു കൊച്ചിനെ ഞാൻ 10 വർഷം 2013 മുതൽ അവനെ നോക്കുന്നല്ലേ. അവനൊരു അമ്മയായിട്ട് എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, ഞാനും മോനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ആ ഒരു ബന്ധത്തിൻ്റെ ആ വിലയും അതിൻ്റെ അളവും നമുക്ക് പറയാൻ പറ്റില്ല, അനുഭവിക്കണം എന്നല്ല അറിയത്തില്ല. ആ കൊച്ചിനെ ഇട്ടിട്ട് വേറൊരു ഓഫീസ് ജോലിക്ക് പോകാൻ പറ്റുമോ? അവൻ വേറൊരാളെ നിർത്തി ചെയ്യുവാന്ന് വെച്ചു. ആ നിർത്തി ചെയ്യുന്ന അവൻ അതിനോട് യോജിക്കണ്ടേ, ഇണങ്ങണ്ടേ? ഈ 10 വർഷം ഈ ജോലി ചെയ്തതിൽ എന്നെ ഗവൺമെൻറ്റാണ് അല്ലസർക്ക് കൊടുത്തത്, എന്നെയും കൊച്ചിനെയും. അപ്പം എൻ്റെ ചിന്ത, എൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി ഗവൺമെൻറ് നോക്കിക്കോളും. അങ്ങനെ ഞാൻ ചിന്തിച്ചത്. അവരതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ അവർ ചെയ്തോളൂ എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഉണ്ടല്ലോ 10 വർഷമായിട്ടും നിയമങ്ങളും ഉത്തരവുകളും അല്ലാതെ അവസാന നിമിഷം ജോലി എന്ന നിയമം പറയുമ്പോൾ ഈ കൊച്ചിനെ ഞാൻ എങ്ങനെ ഇട്ടിട്ട് ജോലിക്ക് പോകും? അപ്പം ഞാൻ ഈ 10 വർഷം ചെയ്തല്ലോ ജോലി, അല്ലസർ തരുന്ന സാലറി അങ്ങനെ ഇരിക്കട്ടെ, ഗവൺമെന്റ് ആണ് എന്നെ വിട്ടത്. ഞാൻ ഗവൺമെന്റിന്റെ കെയർടേക്കറാണ്, ഞാൻ ഗവൺമെന്റിന്റെ സ്റ്റാഫാണ്. അല്ലസർ ഷെഫീഖിനെ ദത്തെടുത്താലും ഞാൻ ഗവൺമെന്റ് സ്റ്റാഫായിരുന്നു. ഈ 10 വർഷത്തെ ആനുകൂല്യം, ഈ 10 വർഷത്തെ അവകാശം എന്ത് ചെയ്യും? 2014 ഷെഫീഖിനെ തൊടുപുഴയിലുള്ള അല്ലസർ ഗ്രൂപ്പ് ഏറ്റെടുത്തു. അല്ലസർ ആശുപത്രിയിൽ തന്നെ ഷെഫീഖിന് പ്രത്യേക താമസ സൗകര്യവും തുടർ ചികിത്സയും നൽകി. ഷെഫീഖിനൊപ്പം കഴിഞ്ഞ 11 വർഷമായി രാഗിണി കാവലായി ഉണ്ട്. 1 മാസത്തേക്ക് കെയർടേക്കറായി വന്ന രാഗിണിക്ക് ആദ്യത്തെ മാസം മാത്രമാണ് സർക്കാർ ആനുകൂല്യം ലഭിച്ചത്. വൈകിയാണെങ്കിലും സർക്കാരിൽ നിന്ന് ലഭിച്ച നിയമനത്തിൽ സന്തോഷമുണ്ട്. എന്നാൽ ഷെഫീഖിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകാനാകില്ലെന്ന് രാഗിണി പറഞ്ഞു. ഈ ജോലി എന്ന് പറയുന്നത് അന്ന് MK മുനീർ സാർ, ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മുനീർ സാർ അന്ന് കൊച്ചിനെ നോക്കിയതിന് വേണ്ടി രാണിക്ക് അംഗൻവാടി ഹെൽപ്പറിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ഉയർന്ന ജോലി കൊടുക്കാമെന്ന് ആ ഒരു എന്ത് പറയാനാ എനിക്കൊരു അംഗീകാരമായിട്ടാണ് തന്നത്. പക്ഷെ കൊച്ചിന് മാറ്റമൊന്നും വന്നില്ലല്ലോ. കൊച്ച് വളർന്നുകൊണ്ടിരുന്നു, കൊച്ചിന് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും അവൻ്റെ അമ്മയെ ആവശ്യമാണല്ലോ, ഇനിയുള്ള കാലങ്ങളും അവൻ്റെ അമ്മ രാഗിണി ആവശ്യമാണല്ലോ. എപ്പോഴായാലും 24 മണിക്കൂർ 48 മണിക്കൂർ അവന് ഒരാൾ ആവശ്യമാണ്, പ്രത്യേകിച്ച് അവൻ്റെ അമ്മയെ ആവശ്യമാണ്. അപ്പൊ ഇത്ര കാലം താമസം വരുന്നത് തെറ്റ്. ഇപ്പൊ ഒരു ജോലി എന്ന് പറയുന്നത് അതിലും വലിയ തെറ്റ്. എനിക്ക് ജോലിയാണോ സാറേ ആവശ്യം? എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ആനുകൂല്യമല്ല വേണ്ടത്. തൊടുപുഴ ICDSൽ അറ്റൻഡറുടെ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് രാഗിണിക്ക് നിയമനം നൽകാനാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. എന്നാൽ ഷെഫീഖിനൊപ്പം നിന്ന കഴിഞ്ഞ 11 വർഷത്തെ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകണമെന്നാണ് രാഗിണിയുടെ വാദം. ഷെഫീഖിനെ സംരക്ഷിക്കുന്നതിനൊപ്പമുള്ള തരത്തിൽ ജോലിക്ക് സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗിണി. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330080447 അല്ലെങ്കിൽ 8330044821.